നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനമായി ആചരിക്കുകയാണ് നമ്മൾ. പക്ഷേ ആ ടൈറ്റിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നതൊക്കെ. നീതിയുക്തവും സമത്വസുന്ദരവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ അത് എന്തൊക്കെയാണോ, അതായത് ദാരിദ്ര്യം, വിവേചനം, തൊഴിലില്ലായ്മ, പാർശ്വവൽക്കരിക്കൽ, ജെൻഡർ അൺഇക്വാലിറ്റി, അങ്ങനെ എല്ലാ ഘടകങ്ങളെയും പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒപ്പം സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ജീവിതത്തിൽ ന്യായമായ അവസരങ്ങൾ, സമത്വം ഉൾപ്പെടുത്തൽ, ഇവയുടെയൊക്കെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ദിനാചരണം ഫെബ്രുവരി 20. സമകാലിക ലോകത്തൊരു പക്ഷേ നമുക്ക് സ്വപ്നതുല്യമായി മാത്രം ചിന്തിക്കാനാകുന്ന ആ ഒരു സമൂഹത്തിലേക്ക് വേണ്ടിയുള്ള യാത്രയാകണം, ഒരു ശ്രമമാകണം നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതും. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസവും ഏറ്റവും അടുത്ത ദിവസവും നമ്മൾ കേട്ടത് വലിയൊരു അനാസ്ഥയുടെ അല്ലെങ്കിൽ നീതി നിഷേധത്തിൻ്റെയൊക്കെ വാർത്തയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ അനാസ്ഥ മൂലം വയറ്റിൽ കത്രികയുമായി വേദന കടിച്ചമർത്തി ഉഷ എന്ന വീട്ടമ്മ കഴിഞ്ഞത് 5 വർഷമാണ്. ലോകോത്തരമായ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഉപഭോക്താക്കളാണ് നമ്മളെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുമ്പോഴും എവിടെയാണ് സാധാരണക്കാരനോടുള്ള ഒരു നീതി, എവിടെയാണ് സാധാരണക്കാരനോടുള്ള പരിഗണന? ഉഷ എന്ന ഈ വീട്ടമ്മയുടെ അവസ്ഥ ഒരുപക്ഷെ അവരുടെ വേദന ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷേ അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കാം. തലക്കെട്ടുകളിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ വീട്ടമ്മ ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ തീയതി തീരുമാനിക്കും. മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പ്രതിപക്ഷ സംഘടനകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറും. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് KGMOA. സ്റ്റൈപ്പൻഡ് വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ PG ഡോക്ടർമാർ ഇന്ന് നടത്താനിരുന്ന OP ബഹിഷ്കരണം പിൻവലിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം ഇന്ന് 5ാം ദിവസം. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കുന്നു. സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക DME ഇന്ന് ആരോഗ്യ വകുപ്പിന് കൈമാറും. നിർമ്മിത ബുദ്ധിയിലൂടെ വ്യാജ വാർത്തകൾ തടയാനും വിനാശകരമായ നിർമ്മിതി ഉപയോഗം പ്രതിരോധിക്കാനും ഡൽഹിയിലെ AI ഇംപാക്ട് ഉച്ചകോടിയിൽ രൂപരേഖ കൊണ്ടുവന്നേക്കും. പ്രഖ്യാപനം ചർച്ചകൾക്ക് ശേഷം ഔദ്യോഗികമായി അംഗീകരിക്കും. ഉച്ചകോടി ഇന്ന് സമാപിക്കും. അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ. തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPM CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഇന്ന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. ഒറ്റഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ CPM. വയനാട് പുനരധിവാസത്തിന് നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് ഇന്ന്. ഗുണഭോക്താക്കളുടെ ക്രമം നിശ്ചയിക്കുന്നത് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ നിന്ന്. നറുക്കെടുപ്പ് രാവിലെ മേപ്പാടിയിൽ. 178 വീടുകളുടെ താക്കോൽ ദാനം 25-ന്. ഇടുക്കി വാഗമണ്ണിൽ ഭൂരഹിതർക്കായി സർക്കാർ വിതരണം ചെയ്ത ഭൂമിയും കയ്യേറ്റക്കാരുടെ പിടിയിൽ. മൂൺമലയിൽ കയ്യേറ്റമൊഴിപ്പിച്ച സർക്കാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ വീട്ടമ്മ ഉഷയെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ തീയതി ഇന്നിപ്പോൾ തീരുമാനിക്കും. 2021 മെയ് മാസത്തിൽ കോവിഡ് കാലത്താണ് ഉഷ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. എന്തായാലും ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, വീണ്ടും ഒരു ആരോഗ്യമേഖലയിൽ വീണ്ടും ഒരു അനാസ്ഥയുടെ അല്ലെങ്കിൽ ഒരു നീതികേടിൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരോടുള്ള ഒരു പരിഗണനയുടെയൊക്കെ ഒരു പ്രതിഫലനം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. 5 വർഷം മുമ്പ് ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ വീട്ടമ്മ, വയറ്റിൽ കുടുങ്ങിയ വീട്ടമ്മ
ഈ 5 വർഷവും ഇവർ ഈ വേദനയെല്ലാം സഹിച്ച് ആശുപത്രികൾ കയറി ഇറങ്ങിയതിന് ശേഷവും അവർക്ക് എന്താണ് എന്ന് കണ്ടെത്താൻ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. സ്വകാര്യ ലാബിൽ ഉള്ള ഒരു പരിശോധനയ്ക്കിടെ അറിയുന്നു വയറ്റിൽ കത്രിക കുടുങ്ങിയിരിക്കുന്നു എന്ന്. എവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗം കൊണ്ടുപോകുന്നത്? ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ? തീർച്ചയായും അത് തന്നെയാണ്. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സമീപകാലത്ത് തുടർച്ചയായി ഇതിനു മുൻപും സമാനമായൊരു വാർത്ത നമ്മൾ കൊടുക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതും വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. 2021 മെയ് 10-നാണ് ഈ വീട്ടമ്മ ഉഷ ജോസഫ് ഈ ആശുപത്രിയിൽ സമീപിക്കുന്നത്. അതായത് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്കൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നിരന്തരമായി പല ഘട്ടങ്ങളിലായി വയറുവേദന ഉൾപ്പെടെയുള്ള അനുബന്ധ രോഗങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ഉഷയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം പല ആളുകൾ ഡോക്ടർമാരെ കാണുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ ഈ വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വസ്തുത കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കാണിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 5 വർഷം ഈ വേദന കടിച്ചമർത്തി ജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള വസ്തുത രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ പാമ്പേഴ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മ നടന്നിരുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യുന്നതിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഇങ്ങനെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വലിയ ഒരു സംഘർഷഭരിതമായ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന, മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, ശാരീരികമായ ബുദ്ധിമുട്ട് നേരിടുന്ന 5 വർഷമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ ഈ വിഷയത്തെ പോലും വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരത്തിലേക്കൊരു പരാതി സംഭവം അറിയില്ലെന്നും പരാതി ഉൾപ്പെടെ വന്നിട്ടില്ലെന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. എന്തായാലും വിഷയത്തിൽ ഞാൻ അജയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ആ ശസ്ത്രക്രിയക്ക് വിധേയയായ ആ ഉഷയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് ഞാൻ അജയിലോട്ട് വരാം. പിന്നെ മോനെന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെയാണ് എന്നെയും കൊണ്ട് നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയപ്പം പറഞ്ഞ് ചൊവ്വാഴ്ച പിന്നെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് തെളിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച രാവിലെ പോയി എക്സ്റേ എടുത്തു. ആ എക്സ്റേ പടത്തിലാണ് കാണുന്നത് പിന്നെ കത്രിക കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇങ്ങനത്തെ കാണിച്ചപ്പം പറഞ്ഞ് പിന്നെ മോനെ ഇന്നലെ രാത്രി വിളിച്ചപ്പം പറഞ്ഞ് രാവിലെ നിങ്ങൾ കൊണ്ടുവന്ന് വണ്ടാനത്ത് ഒരു ഡോക്ടറുടെ പേര് പറഞ്ഞ് അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. വണ്ടാനത്ത് ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പോകത്തില്ല. അജയിലേക്ക് ഞാൻ മടങ്ങിയെത്തുകയാണ്. അജയ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, ഈ വേദനയൊക്കെ അനുഭവിക്കുമ്പോഴും ഈ വീട്ടമ്മ ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്, ഈ മെഡിക്കൽ കോളേജിൽ തന്നെ തിരിച്ചും പോവുകയാണ്. മൂത്രത്തിൽ കല്ലാകുമെന്നൊക്കെയാണ് ഡോക്ടർമാർ പിന്നീട് രണ്ടാമത് നിരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം കണ്ടെത്തിയതിന് ശേഷം ഇത് പുറത്താരോടും പറയരുത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു നീതികേട് അനാസ്ഥയുമൊക്കെ ഉണ്ടായതിന് ശേഷവും അത് പുറത്തു പറയരുത്, അല്ലെങ്കിൽ ഇത് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ, നമുക്കറിയാം എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ചികിത്സ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അവർ ആശുപത്രികൾ സമീപിക്കുമ്പോൾ അത് മറ്റെന്തെങ്കിലും ആകാമെന്നൊക്കെ പറഞ്ഞ് അവരെ പോലും വഴിതിരിച്ച് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വിടുന്ന ഒരു സംവിധാനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 1.5 മാസമാകുന്നു എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ വരെ നടത്തി. അതിലൊക്കെ നമ്മൾ ഒരുപാട് അഭിമാനം കൊണ്ടവരാണ്. ഒരു സൈഡിൽ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും മറു സൈഡിൽ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ നമ്മുടെ ആരോഗ്യ മേഖലയെ അങ്ങേയറ്റം നശിപ്പിക്കുക തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് സൂചിപ്പിച്ചത് തന്നെ. ഈ ആശുപത്രിയിൽ എത്തുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ
മൂത്രത്തുക്കൽ ഉൾപ്പെടെയുള്ള അസുഖമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചികിത്സ നൽകുന്നത്. അത്തരത്തിൽ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് താൽക്കാലികമായി വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാക്കി മടങ്ങുന്ന സാഹചര്യം വരുന്നുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ഈ വേദന വരുന്നു. അപ്പോൾ വീണ്ടും ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഈ തുടർച്ചയായി വേദന വരുന്നത് എന്ന് പരിശോധിക്കാൻ പോലും ഈ അധികൃതർ അല്ലെങ്കിൽ ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിരന്തരമായി ഈ വീട്ടമ്മയ്ക്ക് ഈ മൂത്രമൊഴിക്കുമ്പോൾ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകുന്നു, ഒപ്പം വയറുവേദന വരുന്നു. അപ്പോൾ പോലും ഇതിന്റെ മൂല കാരണം എന്താണ് എന്ന് കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം ആ യുവാവിന്റെ മുട്ടിൽ പരിക്കേൽക്കുന്നു, മുറിവ് പറ്റുന്നു. ആ മുറിവ് തുന്നിക്കെട്ടി പറഞ്ഞയക്കുന്നു. 2 മാസത്തിന് ശേഷം വീണ്ടും ആ മുറിവിൽ ഒരു അസാധാരണമായ ഒരു രൂപമാറ്റത്തിലേക്ക് മുറിവ് മാറുന്നു. ഒരു മുഴ പോലെ വരുന്നു. അതിനുശേഷം വീണ്ടും ഒരു സ്വകാര്യ ആശുപത്രിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ, ഒരു സർക്കാർ ആശുപത്രി തന്നെ സമീപിക്കുന്ന ഘട്ടത്തിലാണ് ആ മുറിവിനകത്തൊരു ചില്ലിന്റെ കഷ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ചികിത്സാ പിഴവാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുൻപാണ് നടന്നതെങ്കിൽ പോലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിലേക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവുണ്ടാകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലേക്ക് വലിയ ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത് എന്നുള്ളതും ഗൗരവമായിട്ട് നമുക്ക് കാണേണ്ടതാണ്. തുടർച്ചയായി ഇങ്ങനെ പിഴവുകൾ ഉണ്ടാകുമ്പോൾ പോലും ആ പിഴവുകൾ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്, ആ സിസ്റ്റത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെ ക്രമീകരിക്കുവാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള വസ്തുതയാണ്. ആ ഒരു ക്രമീകരണം ആണ് ഉണ്ടാകേണ്ടത്. പല ഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്ത നൽകിയതാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രവേശന കവാടം ഉൾപ്പെടെ താറുമാറായി കിടക്കുന്ന കാര്യമാണുള്ളത്. ആ റോഡ് ഉൾപ്പെടെ പോയി കിടക്കുന്ന കാര്യമാണുള്ളത്. അത്തരത്തിലേക്ക് ഒരു അനാസ്ഥ ഈ സിസ്റ്റത്തിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സിസ്റ്റത്തിന്റെ തകരാറല്ല, ആ സിസ്റ്റത്തെ തയ്യാറാക്കിയെടുക്കുന്നതിൽ അധികൃതർക്ക് വരുത്തുന്ന വീഴ്ചയാണ് ഇതിന്റെ തകരാറെന്ന് മനസ്സിലാക്കുവാൻ ഈ സമൂഹം അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഉൾപ്പെടെ തയ്യാറാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ വീട്ടമ്മയെ അമൃത ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ ഇടപെടലുണ്ടായത്. ഇന്നലെ എച്ച് സലാം MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ചാണ് എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് KC വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിലുള്ള MPയുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് എത്തുകയും അമൃത ആശുപത്രിയിലേക്ക് കൂടുതൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏറ്റവും അടിയന്തരമായി ചെയ്ത ഒരു നടപടി തന്നെയാണ് KC വേണുഗോപാൽ അയച്ച ആംബുലൻസിലാണ് ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, ആ വീട്ടമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. എനിക്കിനിയും ആ ഒരു ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ആ കത്രിക വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നതിനുള്ള സർജറിക്കായി, ശസ്ത്രക്രിയയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ എനിക്ക് ഭയമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും അവരെ അമൃത ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താകും ഇനിയുള്ള തുടർ നടപടികൾ? ഈ ശസ്ത്രക്രിയ എപ്പോൾ നടത്തും? അതിൻ്റെ അടിയന്തര പ്രാധാന്യം എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴത്തേക്ക് അറിയാനാകും? ഇതിൽ അവരെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ അമൃത ആശുപത്രിയിലേക്ക്, കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. M. ലിജു അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് അവരോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഏറ്റവും വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിദഗ്ധ ഒരു സംഘമാണ്, ഡോക്ടർമാരുടെ സംഘമാണ് അമൃത ആശുപത്രിയിൽ അവരെ ചികിത്സിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏത് വിധത്തിൽ ആയിരിക്കണം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുന്നത്. സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അവരെ എമർജൻസി വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമുള്ള സ്കാനിങ് നടപടികളും അതുപോലെ തന്നെ മറ്റ് പരിശോധനാ നടപടികളും തുടരുകയാണ്. എന്തായാലും ഇത്രയും വർഷം ഈ ഉപകരണം ഇങ്ങനെ വയറ്റിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ജീവഹാനിയോ മറ്റു കാര്യങ്ങളോ ഈ ഒരു ഘട്ടം വരെ ഉണ്ടായില്ല എന്നത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. അവർ വണ്ടാനം ആശുപത്രിയിലേക്ക് തിരികെ പോകുന്നതും അവിടെ ചികിത്സ തുടരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഭയാനകമായി പറയുന്നത് അവർ അനുഭവിച്ച വേദനയുടെയൊക്കെ ഫലമാണ്. ഏതൊരു സാധാരണ മനുഷ്യനും വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. എന്തായാലും അമൃത ആശുപത്രിയിലാണ് അവർ എത്തിയിരിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് ഇവിടെ ഉള്ളത്. എത്രയും വേഗം തന്നെ ശസ്ത്രക്രിയ നടത്തി ഇത് നീക്കം ചെയ്ത് അവരുടെ ആരോഗ്യസ്ഥിതി
ഭേദമാകും, ആരോഗ്യ കാര്യങ്ങളെല്ലാം തന്നെ ഭേദമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് അവരെ പരിശോധിക്കുന്നത്. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ചികിത്സ ഏത് വിധത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. തീർച്ചയായും അശ്വതി പറഞ്ഞതുപോലെ തന്നെ അവർ എത്രയും വേഗം ഈ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഒരു സമയത്തും എനിക്ക് ഓർമ്മ വരുന്നത് തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയുടെ അവസ്ഥയാണ്. ഒരു പക്ഷേ ഒരു പരിധിവരെ ചില സംഭവങ്ങളിലെങ്കിലും നമുക്ക് അതിനെ തിരുത്താനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയയിലൂടെ കത്രിക വെളിയിലൊക്കെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ ഗൈഡ് വയർ നെഞ്ചിൽ കുരുങ്ങി സുമയ്യ എന്ന ആ വീട്ടമ്മ ഇപ്പോഴും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാമുഖം ഫേസ് ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള ജീവന് തന്നെ അപകടം സംഭവിക്കുന്ന രീതിയിൽ ഇപ്പോഴും തുടരുന്ന ഒരുപാട് രോഗികൾ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽപ്പെട്ടവർ ഇനിയും ഉണ്ട് എന്നതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. സമാനമായ അവസ്ഥ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞ് മരിച്ച സംഭവം. എന്തായാലും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3 അംഗ സംഘമാണ് അന്വേഷണം നടത്തിയത്. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു വിവരങ്ങളുമായി. അൺഫിലിറ്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3 അംഗ സംഘം അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നു. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞതും ഈ ആരോഗ്യ മേഖലയിലെ ചില പുഴുക്കുത്തുകളായി മാറാവുന്ന, അല്ലെങ്കിൽ അനാസ്ഥയുടെ, അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മയുടെയൊക്കെ ഒരു ഫലമായി രോഗികൾ, അല്ലെങ്കിൽ സാധാരണക്കായ രോഗികൾ, സർക്കാർ ആശുപത്രികളെ എത്തുന്ന സാധാരണക്കായ രോഗികൾ അനുഭവിക്കുന്ന അവരുടെ ഒരു പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഭയമാണ്, അതിൻ്റെ ഒരു സാഹചര്യമാണ്. സമാനമായൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെയാണ് ഈ അന്വേഷണം, നെടുമങ്ങാട് ഇഷ്യൂവിൽ ഡോക്ടർമാർ അന്വേഷണം നടത്തിയത്. എന്താണ് ഇവർ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്? മാത്രമല്ല ഈ സർജറി നടത്തിയ ഡോക്ടർ ബിന്ദു സുന്ദർ അവർക്ക് പിന്തുണയുമായി KGMOE രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം സംബന്ധിച്ച് കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നതിന് മുന്നേ ഇങ്ങനെ അന്ധമായി ഇത്തരം വീഴ്ചകളിൽ KGMOE പിന്തുണയുമായി രംഗത്തെത്തുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. സ്വപ്ന, ഈ SITയിലെ 3 അംഗ സംഘ ഡോക്ടർമാരാണ് ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമാകുന്നത് ഈ ബിന്ദു സുന്ദർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ സമാനമായി ഇതിനു മുമ്പും മറ്റ് ആരോപണങ്ങളും പരാതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇത് കുഞ്ഞ് മരിച്ചത് എന്നത് ഡോക്ടറുടെ പിഴവാണ്, ഇത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറയുന്നത് ഡോക്ടറുടെ പിഴവ് തന്നെയാണ്. കാരണം ഈ കുഞ്ഞിന്റെ അമ്മയെ, ഗർഭിണിയായ സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് മണിക്കൂറുകളോളം അവരെ പരിശോധിക്കാനോ ചികിത്സിക്കാനോ ഒന്ന് നോക്കാനോ പോലും ഡോക്ടർ സമയമെടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ്, ഈ സമയം അനന്തമായി നീണ്ടതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രധാനമായും ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, കുഞ്ഞിന്റെ പിതാവ് ആരോപിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ബിന്ദു സുന്ദറിന് 2 തവണ 5000 വീതം 10,000 രൂപ കൈക്കൂലിയായി നൽകിയിരുന്നുവെന്നും ഈ കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ. അപ്പൊ ഇതൊക്കെ ഈ ബിന്ദു സുന്ദറിന്റെ ഭാഗത്ത് നിന്ന് കൈക്കൂലി ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള വീഴ്ചയുണ്ടായി എന്ന്. ഇത് രണ്ടുമാണ് ഇപ്പോൾ SITയിലെ 3 അംഗ ആരോഗ്യ ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തി റിപ്പോർട്ട് ആരോഗ്യ സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സംഭവം നെടുമങ്ങാട് മെഡിക്കൽ കോളേജിലെ ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസവും അതിന് മുന്നത്തെ ദിവസവുമൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കണ്ടത്. ഈ ഡോക്ടർക്കെതിരെയും ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുന്നതടക്കം, ആശുപത്രി സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്യുന്ന, ആക്രമിക്കുന്ന രീതിയിലും ആശുപത്രിക്ക് നേരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ KGMOE പിന്തുണയുമായി രംഗത്തെത്തുകയും ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. KGMOE പറയുന്നത് ഈ ഡോക്ടറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നതിനപ്പുറത്തേക്ക് അത് റിപ്പോർട്ട്, ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് വരട്ടെ, ആരോഗ്യ ഡോക്ടർമാരടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് വരട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഡോക്ടറിനെ ഉപരോധിക്കുക, ഡോക്ടറെ സൂപ്രണ്ടിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ DYFI, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിനിധികൾ എത്തിയാണ് വലിയ രീതിയിലാണ് അവിടെ പ്രതിഷേധവും ബഹളവും ഉണ്ടായത്. ഇതാണ് നാട്ടുകാർ സംഘടിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായി ഇങ്ങനൊരു ആശുപത്രിക്കെതിരെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നാട്ടുകാർ സംഘടിപ്പിക്കും, അവിടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു അതിരു വിട്ടു ഡോക്ടറിനെ കയ്യേറ്റം ചെയ്യുന്ന, ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഈ കേരളത്തിലെ ആശുപത്രികൾ എന്ത് സുരക്ഷിതയാണ് ഉള്ളത്, സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇപ്പോഴും ആരോഗ്യ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് KGMOE സമരവുമായി, പ്രതിഷേധവുമായി ഇതിനെതിരെ രംഗത്ത് വന്ന് നിൽക്കുന്നത്. KGMOE കടുത്ത പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഇന്നത്തെ ഈ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഡോക്ടർമാർ ആരോഗ്യ സെക്രട്ടറിക്ക് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട്. കാരണം ഈ റിപ്പോർട്ടിൽ പ്രധാനമായി
പ്രധാനമായും ഈ ഡോക്ടർ ഈ ബിന്ദു സുന്ദറിനെതിരെ സമാനമായ പരാതി ഇതിനു മുമ്പും വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആക്ഷേപം വന്നിട്ടുള്ള അതൊരു കേസായി മാറിയിട്ടില്ല. ഇതിപ്പോൾ അത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് പ്രതിഷേധത്തിനൊടുവിലാണ് സസ്പെൻഡ് ചെയ്തത്. ആദ്യം ട്രാൻസ്ഫർ ആക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കടുത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അടിയന്തരമായി അവരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ആ പ്രതിഷേധം ഒരുവിധം കെട്ടടങ്ങിയത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധയാക്കിയ ഒരു വിഷയമാണ്. വലിയ രീതിയിൽ പ്രതിഷേധം ഇടുന്ന ഒരു വിഷയമാണ്. ഇനി ഈ റിപ്പോർട്ട് തീർച്ചയായും പ്രതിഷേധം ശക്തമാവുകയാണ്. അൺഫിലിറ്റി സൂചിപ്പിച്ചതുപോലെ ഇതുമായി ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ സ്റ്റൈപ്പൻ വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് PG ഡോക്ടർമാർ ഇന്നിപ്പോൾ സമരം നടത്താനിരുന്നു, OP ബഹിഷ്കരണം നടത്താനിരുന്നു. അതിപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സീനിയർ ഡോക്ടർമാർ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അവരുടെ സമരം തുടരുന്ന ഒരു സാഹചര്യം. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളടക്കം ബഹിഷ്കരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വിവരങ്ങൾ അതായത് സ്വപ്ന, ഡോക്ടർമാരുടെ സമരം നമുക്കറിയാം. ഈ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം കാരണം രോഗികൾ ഇന്നിപ്പോ 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും രോഗികൾ വലയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായാലും അതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും വിവിധ മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ 5 ദിവസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ഡോക്ടർമാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ സമരം ചെയ്യണം. പക്ഷേ ഈ OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുള്ള സമരം സാധാരണക്കാർ രോഗികൾ മെഡിക്കൽ കോളേജിൽ ആശ്രയിക്കുന്ന എങ്ങനത്തെ രോഗികളാണെന്ന് നമുക്കറിയാം. അവർ ഈ 5 ദിവസം ഇന്നിപ്പോ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ അടിയന്തരമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റൂ. ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ PG ഡോക്ടർമാരും ബഹിഷ്കരിച്ചിരുന്നു, OP ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടി ആരോഗ്യവകുപ്പ് സെക്രട്ടറി PG ഡോക്ടർമാരുമായി നടത്തിയ ചർച്ചയിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉടൻ അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി. അവരുടെ പ്രധാന ആവശ്യം അവരുടെ സ്റ്റൈപ്പൻഡ് വർധനയാണ്. ബേസിക്കായ സാലറി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യമുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഈ സുരക്ഷിതത്വം നൽകണം. പ്രത്യേകിച്ച് PG ഡോക്ടർമാർ, നമുക്കറിയാം വന്ദനയൊക്കെ മരിച്ച ഡോക്ടർ വന്ദനയുടെ മരണമൊക്കെ നമുക്കറിയാം. PG ഡോക്ടർമാർ പ്രധാനമായി ഉന്നയിക്കുന്നത് അവർ ഈ സേവനം ചെയ്യുന്ന ആശുപത്രികൾക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാണ്. ഈ 2 ആവശ്യങ്ങളായിരുന്നു അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. അതിൽ കൃത്യമായ ഒരു ഉറപ്പ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നൽകിയതുകൊണ്ട് അവർ ഇന്നു മുതൽ ആ സമരത്തിൽ നിന്ന് പിന്മാറി, ബഹിഷ്കരണത്തിൽ നിന്ന് അവർ പിന്മാറി. ഇന്നു മുതൽ OPയിൽ അവർ OPയിൽ സേവനം PG ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകി. അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. പക്ഷെ അതേസമയം സീനിയർ ഡോക്ടർമാർ ഇപ്പോഴും അവരുടെ 5ാം ദിവസത്തെ സമരത്തിലേക്ക് കടക്കുകയാണ്. അവർ പറയുന്നവരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ അവർക്കും പോലും ഈ ആശുപത്രികൾ വേണ്ടത്ര സുരക്ഷിതത്വം ലഭിക്കുന്നില്ല. ഈ വർഷങ്ങളായി തടഞ്ഞുവെച്ച ആനുകൂല്യം നടപ്പാക്കുമെന്ന് പറഞ്ഞ പല വാഗ്ദാനങ്ങളും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. വർഷങ്ങളായി ഇതിനുവേണ്ടി സമരം ചെയ്യുകയാണ്. തീർച്ചയായും ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഡോക്ടർമാർ തുടരുക തന്നെയാണ്. സ്റ്റൈപ്പൻ വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ PG ഡോക്ടർമാർ നടത്താനിരുന്ന OP ബഹിഷ്കരണം പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാരുടെ സമരം 5ാം ദിവസവും തുടരുമ്പോൾ വലിയ രീതിയിൽ തന്നെ രോഗികൾ, സാധാരണക്കാരായ രോഗികൾ വലയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPM CPI നേതൃയോഗങ്ങൾക്ക് തുടക്കം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഇന്ന് ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയാണ് ഒറ്റഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുകയാണ്. CPM വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, തുടർച്ചയായ മൂന്നാം തവണയും ഭരണത്തിലേക്ക് എത്താനുള്ള എല്ലാ കരുക്കളും CPM LDF നീക്കുകയാണ്. CPI നേതൃയോഗങ്ങൾക്ക് ഇപ്പോൾ തുടക്കമാകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് എന്തൊക്കെ ഘടകങ്ങൾ പ്രധാനമായും പരിഗണനയ്ക്കെടുത്തായിരിക്കും ഈ ചർച്ചകളെല്ലാം നടക്കുക? ആരൊക്കെ പങ്കെടുക്കുന്നു? അൺഫിലിറ്റ് ഡിസൂസയിലേക്ക് മടങ്ങിയെത്താൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ വീടുകളുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ നിന്നാണ് ഗുണഭോക്താക്കളുടെ ക്രമം നിശ്ചയിക്കുന്നത്. രാവിലെ 10-ന് മേപ്പാടിയിലാണ് നറുക്കെടുപ്പ്. പൂർത്തിയായ 178 വീടുകളുടെ താക്കോൽദാനം 25-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കും. ഇടുക്കി വാഗമണിൽ ഭൂരഹിതർക്കായി സർക്കാർ വിതരണം ചെയ്ത ഭൂമിയും കയ്യേറ്റക്കാരുടെ പിടിയിൽ. വാഗമൺ മൂൺമലയിൽ കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയാണ് കയ്യേറ്റക്കാർ വീണ്ടും സ്വന്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വാഗമൺ മൂൺമലയിൽ 24 ഭൂരഹിത കുടുംബങ്ങൾക്കായി 2014 ഉമ്മൻചാണ്ടി സർക്കാർ വിതരണം ചെയ്ത ഭൂമിയും കയ്യേറ്റക്കാർ സ്വന്തമാക്കി കഴിഞ്ഞു. ഏതാനും മാസം മുമ്പ് ഇവിടെ കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഈ ബോർഡ് നശിപ്പിച്ച ശേഷമാണ് കയ്യേറ്റക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഭൂമിക്ക് പട്ടയമുണ്ടെന്ന ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കയ്യേറ്റം. വാഗമണിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് മൂൺമല. ടൂറിസം സാധ്യതകൾ ഏറെയുള്ള സ്ഥലം. ഇവിടം കേന്ദ്രീകരിച്ചാണ് അനധികൃത കയ്യേറ്റം നടക്കുന്നതായി പരാതി ഉയരുന്നത്. കയ്യേറ്റം ഇത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർച്ച ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു നടപടി ആകുന്നില്ല.
നമ്മൾ മേൽക്കൊണ്ട് എല്ലാ സ്ഥലത്തും പരാതി കൊടുക്കാമെന്നല്ലാതെ അതിനകത്ത് ഒരു പരിപാടി നടക്കുന്നില്ല ഇവിടെ. എന്നുവെച്ചാൽ എവിടെ ചെന്നാലും കയ്യേറ്റമാണ്. പട്ടയം ഒരു സ്ഥലത്തിന് 2 പട്ടയമൊക്കെയാണ് കാണുന്നത്. ഓട് വെച്ച ശേഷം ഇവരെല്ലാവരും പരാതിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലമില്ല ഇവിടെ. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞു, കോടതിയിലെ കേസാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സ്ഥലം വേറൊരു കക്ഷി മേടിക്കുന്നു. അപ്പം ഈ പട്ടയം കൊടുത്തവരുടെ സ്ഥലമില്ല. ഇപ്പോൾ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് ഇതിപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെ കാണിച്ചു കൊടുക്കണം. വാഗമൺ വില്ലേജിലെ 813 സർവേ നമ്പറിലുള്ള സ്ഥലത്താണ് കയ്യേറ്റം. പരാതികളും പ്രതിഷേധങ്ങളും ശക്തമായതോടെ വാഗമൺ വില്ലേജ് അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. മൂൺമല ഉൾപ്പെടുന്ന പ്രദേശം സംസ്ഥാന സർക്കാർ ടൂറിസം പാക്കേജിനായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. ഭൂരഹിത കുടുംബങ്ങൾ 12 വർഷം മുമ്പ് ലഭിച്ച പട്ടയത്തിന്റെ ഭൂമി അന്വേഷിച്ച് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴാണ് ഇവിടെ കയ്യേറ്റ മാഫിയ തഴച്ചു വളരുന്നത്. വാഗമണ്ണിൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഗൗരവതരമായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് LDF. CPM CP നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നു. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഇന്നിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ചേരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയാണ്. തുടർച്ചയായ 3ാം തവണയും ഭരണത്തിൽ എത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കാനുള്ള നീക്കത്തിൽ, അതും LDF അവകാശപ്പെടുന്ന പോലെ 100-110 സീറ്റുകളൊക്കെ പിടിച്ച് എന്തൊക്കെ തന്ത്രങ്ങളാകും മെനയുക? സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തിനൊക്കെ പ്രാമുഖ്യം നൽകും? തീർച്ചയായും സ്വപ്ന, ഇടതുമുന്നണി അതിപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് ഇടതുമുന്നണി നേതൃയോഗങ്ങൾ, പ്രത്യേകിച്ച് CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അന്ന് CPI-യുടെ നേതൃയോഗമാണ് ആദ്യ ദിനം ആരംഭിക്കുന്നത്. രാവിലെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്കും ഉച്ചയ്ക്ക് ശേഷം CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരും. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPI കടക്കുകയാണ്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം ചേരുകയാണ്. ഇടതുമുന്നണി യോഗത്തിലേക്കും ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന ചർച്ചകൾക്കൊക്കെ ഒരു പ്രാഥമികമായ രൂപം നൽകും. കാരണം മേഖലാ ജാഥകളൊക്കെ സമാപനത്തിലേക്ക് അടുക്കുകയാണ്. CPM-ന്റെ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടന്ന് ഏറ്റവും, അതായത് ഈ ഫെബ്രുവരി അവസാനത്തിന്, ഈ മാസം അവസാനത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയങ്ങൾ ചർച്ചകൾ പൂർത്തിയാക്കുന്നു. മാർച്ച് അതായത് ആദ്യ വാരം തന്നെ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. CPM-ന്റെയും CPI-യുടെയും ഒരു രീതി അനുസരിച്ച് അവർ ഒറ്റഘട്ടമായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. മറ്റ് കോൺഗ്രസും BJP ചെയ്യുന്നത് പോലെ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കില്ല, അവർ ഒറ്റഘട്ടമായി പ്രഖ്യാപിക്കുന്നു. നിലവിൽ CPIക്ക് 25 സീറ്റുകളാണുള്ളത്. മുൻകാലങ്ങളിൽ അവർ 27-28 സീറ്റുകൾ മത്സരിച്ചിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് വന്നതോടുകൂടി CPI-യുടെയും CPM-ന്റെയും സീറ്റുകളാണ് കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. ഇത്തവണ CPI 25 സീറ്റുകളിൽ മത്സരിക്കുന്നു. അക്കാര്യത്തിൽ ഒരു ധാരണ വരുത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, സീറ്റുകൾ വെച്ചുമാറുന്നതടക്കമുള്ള ചർച്ചകൾ അത് ഇടതുമുന്നണി യോഗത്തിൽ അതിന്റെ പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരള കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ 12 സീറ്റുകളാണ്. ഇത്തവണ അവർക്ക് കൂടുതൽ സീറ്റ് വേണം. പല സീറ്റുകളും അവർ കണ്ണുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു മത്സരിക്കുന്നില്ല. തിരുവനന്തപുരം സെൻട്രൽ ക്രൈസ്തവ വോട്ടുകളുടെ മുന്നേറ്റം കണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടി ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുമുന്നണി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിച്ചുമുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എത്രയും വേഗം തന്നെ CPM-നെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ തർക്കങ്ങളിലേക്കൊന്നും CPI കടക്കുകയില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റു ചർച്ചകളിലേക്ക് കടക്കുകയില്ല. ഏറെക്കുറെ CPM-ലെ സ്ഥാനാർത്ഥികളുടെ രൂപരേഖയ്ക്ക് ആയിട്ടുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു കൊടുക്കുന്നു. ജില്ലാ കമ്മിറ്റികളുടെ ജില്ലാ കമ്മിറ്റികളും ജില്ലാ നേതൃത്വവും ഒക്കെ തീരുമാനിച്ചു സംസ്ഥാന നേതൃത്വത്തിന് അയക്കുന്നു. അതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം. ഈ രീതിയിൽ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും നാളെയുമൊക്കെ ചേരുന്ന നേതൃയോഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന്റെ മേഖലാ ജാഥകളൊക്കെ കഴിഞ്ഞു. പ്രചാരണത്തിന്റെ അജണ്ടകൾ എന്തൊക്കെയായിരിക്കും? പ്രത്യേകിച്ച് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. CPM CP നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നു. സ്ഥാനാർത്ഥി നിർണയം, അത് ഏത് മുന്നണികളെ സംബന്ധിച്ചാലും സ്ഥാനാർത്ഥി നിർണയം വലിയൊരു കടമ്പ തന്നെയാണ്. അതിലേക്ക് ഇപ്പോൾ LDF എത്തിയിരിക്കുന്നു. കോൺഗ്രസും BJPയും അടക്കം ഏതാണ്ട് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഏതാണ്ട് ധാരണകളൊക്കെ ആയിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ ചൂടുപിടിക്കുകയാണ്. അൺഫിൽറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയാണ്. ഇന്ന് വിധി എന്താകും? സ്വാഭാവിക ജാമ്യ ഹർജിയാണ്. കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയാണ്. സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ സ്വാഭാവിക ജാമ്യം തേടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനിയും ഒരു കേസ് കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് എത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഈ ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും.
തീർച്ചയായും അങ്ങനെ തന്നെയാണ് സ്വപ്ന. പത്മകുമാറിന് ഈ കേസിൽ, അതായത് കട്ടളപ്പാളി കേസിലാണ് ഇപ്പോൾ 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പരിഗണിച്ച കോടതി അതിന്റെ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും ഈ കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഈ ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് അത് തുടരുന്നതിനാൽ അതിൽ സ്വാഭാവിക ജാമ്യം കൂടി ലഭിച്ചാൽ മാത്രമേ ജയിലിന് പുറത്തേക്ക് പത്മകുമാറിന് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട 6 പേർ ഇതുവരെ ജയിലിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത് സ്വാഭാവിക ജാമ്യം തേടി ജാമ്യം ലഭിച്ച് 4 പേരും ഈ റിമാൻഡ് കാലാവധിക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ച് 2 പേരും, അങ്ങനെ 6 പേരാണ് ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും പത്മകുമാറിന്റെ ഈ സ്വാഭാവിക ജാമ്യം കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൽ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ജയിലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും പത്മകുമാറിന്റെ ദ്വാരപാലക ശില്പ കേസിൽ മാർച്ച് 3-നായിരിക്കും സ്വാഭാവിക ജാമ്യത്തിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ജയിലിന് പുറത്തേക്കുള്ള മാർഗം തെളിയുന്നില്ല. പക്ഷേ SIT കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിമർശനങ്ങൾ ഏറ്റതുപോലെ തന്നെ ഈ കേസിലും അല്ലെങ്കിൽ പത്മകുമാറിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ വിമർശനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ ജാമ്യ ഹർജിയിലെ വ്യവസ്ഥകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ജാമ്യ ഹർജി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിലൊക്കെ കൊല്ലം വിജിലൻസ് കോടതി കാര്യങ്ങൾ വ്യക്തമാണ്. സുധീഷ്, കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജിയാണ് പത്മകുമാറിന്റെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുക. ഇന്നിപ്പോൾ വിധി പറയും. സുധീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് നീട്ടി നൽകിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കേസിൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ജയശ്രീയുടെ ആവശ്യം. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഡൽഹിയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് സമാപിക്കുകയാണ്. AI വികസനത്തിൽ വിവിധ സ്ഥാപന മേധാവിമാരടക്കം ഇന്ന് ചർച്ച നടത്തും. അതേസമയം അടുത്ത ഉച്ചകോടി സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലോകമുറ്റുനോക്കുന്ന ഉച്ചകോടിയിൽ ടെക് രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ രാജ്യത്തിന് ലഭിച്ചത് വൻ സ്വീകാര്യതയാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഡേറ്റാ സെന്ററുകളും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളും വികസിപ്പിക്കാനാണ് കമ്പനികളുടെ പദ്ധതി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിർമ്മിത ബുദ്ധിയിലൂടെ നിർണായക ചുവടുവയ്പ് നടത്തുമ്പോൾ കരുതൽ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭരണനിർവഹണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ AI-യുമായി ബന്ധപ്പെട്ട ദേശീയ ആഗോള മുൻഗണനകൾക്കാണ് ഉച്ചകോടി രൂപം നൽകുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടക്കം 20 രാഷ്ട്ര നേതാക്കളുടെയും 45 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സമിതിയുടെയും പങ്കാളിത്തം ഉച്ചകോടിയിൽ ശ്രദ്ധേയമായി. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസത്തെ ഉച്ചകോടിയിൽ AI കമ്പനികളുടെ CEO-മാർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധരടക്കം 500ഓളം പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിലരുടെ കുത്തക ആകരുത് എന്നും ജനാധിപത്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്നതുമാണ് ഇന്ത്യയുടെ നിലപാട്. നിർമ്മിത ബുദ്ധിയിലൂടെ വ്യാജ വാർത്തകൾ തടയാനും വിനാശകരമായ നിർമ്മിതി ഉപയോഗം പ്രതിരോധിക്കാനും ഉച്ചകോടിയിൽ രൂപരേഖ കൊണ്ടുവന്നേക്കും. പ്രസ്തുത പ്രഖ്യാപനം ചർച്ചകൾക്ക് ശേഷം ഇന്ന് ഔദ്യോഗികമായി അംഗീകരിക്കും. അതേസമയം സ്വിറ്റ്സർലാൻഡിലായിരിക്കും അടുത്ത ഉച്ചകോടി നടക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്തെ ആദ്യ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി കേന്ദ്രത്തിന്റെ നിർമ്മാണം മലപ്പുറത്ത് ആരംഭിച്ചു. KSRTCയുടെ എടപ്പാളിലെ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള സ്ക്രാപ്പിംഗ് കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി KP ഗണേഷ് കുമാർ നിർവഹിച്ചു. KSRTCയുടെ എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് സംസ്ഥാനത്തെ ആദ്യ രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി തുടങ്ങുന്നത്. KSRTCയും സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായാണ് പദ്ധതി ആരംഭിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളോടെ പഴയ വാഹനങ്ങൾ ഇവിടെ പ്രകൃതി സൗഹൃദമായി സ്ക്രാപ്പ് ചെയ്യാനാകും. കേന്ദ്ര പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന RVSF പ്രവർത്തനം തുടങ്ങിയാൽ 200 കോടിയിലേറെ രൂപ ഗ്രാന്റായി ലഭിക്കും. മലിനീകരണമില്ലാതെ പൂർണ്ണമായും യന്ത്രവൽകൃത ഹൈഡ്രോളിക് പ്രസ് സംവിധാനം ഉപയോഗിച്ചാണ് വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുക. സ്വകാര്യ വാഹനങ്ങൾ വാങ്ങി പൊല്യൂഷൻ ഇല്ലാതെ സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി, പൊല്യൂഷൻ വരാത്ത വിധത്തിൽ. ഇതിൻ്റെ പല സാധനങ്ങളും പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്ന ഒരു ആധുനിക സംവിധാനം ആണ് വരുന്നത്. 3 യൂണിറ്റാണ് തുടങ്ങുന്നത്. ഒരെണ്ണം KSRTCയാണ്. KSRTC
രണ്ടെണ്ണം ടെൻഡർ ചെയ്ത് കൊടുത്തു. ഒരെണ്ണം KSRTCക്ക് നമ്മൾ കോടതിയിൽ നിന്ന് തന്നെ അനുവാദം വാങ്ങി. അതാണ് ഇന്ന് തുടങ്ങുന്നത്. അത് നിർബന്ധമായി തുടങ്ങിയാലുള്ള ഗുണമെന്ന് പറയുന്നത്, ഇത് തുടങ്ങിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഈ സ്ക്രാപ്പിംഗ് ചെയ്യുന്ന സംവിധാനം നമ്മൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ 250 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഒരു വർഷം കിട്ടും. RVSFന്റെ ലോഗോ മന്ത്രി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. കൊല്ലം ജില്ലയിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മന്ത്രി പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമായ കൊട്ടാരക്കരയിൽ കിഫ്ബിയിലൂടെ സമഗ്ര വികസനം സാധ്യമാകുകയാണ്. രാഷ്ട്രീയ വിവേചനം കാട്ടാതെ വിമർശനങ്ങൾക്കിടയിലും പല പദ്ധതികളും കൊണ്ടുവന്നത് സർക്കാരിന്റെ നേട്ടമായി മന്ത്രി വിലയിരുത്തുന്നു. നാടറിഞ്ഞും നാട്ടാരെ അറിഞ്ഞുമുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ കൊട്ടാരക്കര മണ്ഡലം നവകേരളത്തിന്റെ ബ്രാൻഡുകളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി സാധ്യമാക്കി. കിഫ്ബി വന്നതിന് ശേഷം ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു. സംസ്ഥാനത്ത് ആകെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കിഫ്ബി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെൻറ് ഒരു നല്ലൊരു ഭാഗം, ഒരു 7 വർഷത്തോളം കിഫ്ബിയുടെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ 5 വർഷക്കാലത്താണ്. കാരണം നേരത്തെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും സ്പെൻഡിങ് നടക്കുന്ന ഇവിടെയാണ്. ആകെയുള്ള 38,000 കോടിയിലധികമാണ് ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരു 28,000 കോടിയോളം രൂപ ചിലവായിട്ടുള്ളത് ഈ 5 വർഷക്കാലത്താണ്. കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും നടന്ന വികസന കാര്യങ്ങൾ പോലെ കൊല്ലം ജില്ലയിലും ധാരാളം വികസന കാര്യങ്ങളുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രധാനം പറയേണ്ടത് നമ്മുടെ റോഡുകളാണ്. നാഷണൽ ഹൈവേയുടെ വികസനം ഇപ്പോൾ നടക്കുന്നത് തന്നെ കിഫ്ബി വഴി ഭൂമി എടുക്കുന്നതിന് കിഫ്ബി ആ ലോൺ എടുത്ത് അവർക്ക് കൊടുത്തതുകൊണ്ടാണ് ഏകദേശം 6,000 കോടിയോളം രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മൾ കൊടുത്തത് സ്ഥലം എടുക്കാൻ വേണ്ടി. രണ്ടാമത് തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ സ്ഥലം എടുക്കുന്നതിൻ്റെ കാര്യങ്ങളായി. മലയോര ഹൈവേ ആദ്യം പൂർത്തീകരിച്ച ജില്ലകളിലൊന്ന് കൊല്ലമാണ്. കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ കൂടിയുള്ള യാത്രാ സൗകര്യം വളരെ വലിയ സൗകര്യമായി മാറിയിട്ടുണ്ട്. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം. വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ സഹായം ഇല്ലാത്ത സ്കൂളുകൾ കുറവാണ്. 100 കണക്കിന് സ്കൂളുകളാണ്. അത് 8 കോടി രൂപ വരെ ചിലവാക്കിയിട്ടുള്ള സ്കൂളുകളുണ്ട്. അതിൻ്റെ താഴോട്ട് ഉള്ള 3 കോടി രൂപയുടെ കിഫ്ബി സ്കൂൾ പദ്ധതി, ചെറിയ LP സ്കൂളിന് പോലും 1.5 കോടി 1 കോടി 20 ലക്ഷമൊക്കെ കൊടുക്കുന്ന പദ്ധതികൾ എന്ന നിലയിൽ ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകൾ നമ്മുടെ ജില്ലയിലെ ആകെ മുഖച്ഛായ മാറ്റി. എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ തന്നെ മുട്ടറ സ്കൂള്, കുളക്കട സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ സ്കൂളുകളാണ്. അതുപോലുള്ള ധാരാളം ഹൈസ്കൂളുകൾ അവിടെ വലിയ മാറ്റങ്ങൾ വന്നു. ധനമന്ത്രി KN ബാലഗോപാൽ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര. കിഫ്ബിയുടെ വിവിധ പദ്ധതികൾക്കു കീഴിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം പുരോഗമിക്കുന്നു. സമാനതകളില്ലാത്ത വികസനമാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നത്. വികസനമെത്താത്ത ഒരു പ്രദേശവും കൊട്ടാരക്കരയിൽ ഇല്ല എന്നുള്ളതാണ് മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയിൽ വ്യവസായ പാർക്കുകൾക്കായിട്ട് പണം സ്റ്റേറ്റിലാകെ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലും ചില സ്കീമുകളുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ അനുവദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്തെ IT പാർക്കും കൊട്ടാരക്കര IT പാർക്കും. IT മേഖലയിലെ ഭൂപടത്തിൽ കൊല്ലം ജില്ലയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കുന്നു. കൊട്ടാരക്കരയിലെ സ്വകാര്യ IT കമ്പനിയായിട്ടുള്ള സോഹോ ഉൾപ്പെടെ വലിയ കമ്പനിയാണത്. വളരെ വലിയ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവരുടെ ക്യാമ്പസ് വന്നു. വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. വർക്ക് നിയർ ഹോം കൊല്ലം കോർപ്പറേഷനിലും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം കൊട്ടാരക്കര മേഖലയിൽ നമ്മൾ നേരത്തെ തിരുവനന്തപുരം കഴക്കൂട്ടം വഴിയുള്ള IT കൊല്ലം ഇടനാഴിയിലെ കാര്യം പറഞ്ഞിരുന്നതാണ്. അതിനകത്ത് ഇത് കൊല്ലത്തും ഒരു IT പാർക്കിൻ്റെ പദ്ധതിയുണ്ട്. അവിടെ സ്ഥലം ഏകദേശം നമ്മുടെ ചിന്നക്കടയോട് ചേർന്ന് തന്നെ സ്ഥലം കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ട്. അവിടെ പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. അവർക്കൂടി ഷെയറുള്ള തരത്തിലേക്ക് ഒരു IT പാർക്കാണ് വരുന്നത്. കൊട്ടാരക്കര IT പാർക്കിൻ്റെ ടെൻഡർ കഴിഞ്ഞു, ഫൈനലൈസ് ചെയ്ത് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികമുള്ള IT പാർക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വ്യവസായ രംഗത്ത്, ആധുനിക വ്യവസായ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ പിന്നെ ജലസേചനം, കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ കിഫ്ബിയുടെ വലിയ പങ്കുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ മേഖലയിലും നമുക്ക് മൂലധനം കണ്ടെത്തി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അത് ജില്ലയുടെ അങ്ങ് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഇത്തരം ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 67.67 കോടി രൂപയുടെ ധനസഹായമാണ് കിഫ്ബി നൽകിയിരിക്കുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള 3 കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നു. ഇവയിലൊന്ന് 10 നിലയാണ്. 4 നിലകളിലായി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, 5 നിലയുള്ള ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക്, 10 നിലയുള്ള വാർഡ് ടവർ എന്നിവ വേറെ.
ആരോഗ്യമേഖലയ്ക്ക് പുറമെ പൊതുമരാമത്ത് ജോലികൾക്കും കൊട്ടാരക്കരയിൽ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെ പാലം നിർമ്മാണത്തിന് 10.18 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ച് കല്ലടയാറിന് കുറുകെയുള്ള പാലമാണിത്. മറ്റ് അനുബന്ധമായ മേഖലകളിൽ പ്രധാനപ്പെട്ടാണ് ആശുപത്രികൾ. കൊല്ലം ജില്ലാ ആശുപത്രി അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ആശുപത്രി പണി നടക്കുന്നു. കുണ്ട്രയിൽ ഇപ്പം ഒരു ഭാഗം ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കരയിൽ ഒരു ഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ബാക്കി സ്ഥലത്ത് അവിടെ പണി അനുവദിച്ചു കൊടുത്തെങ്കിലും ഭൂമി ഏറ്റെടുക്കണമായിരുന്നു. ഭൂമി ഇല്ലാത്തത് കാരണം പണി നടക്കാത്തൊരവസ്ഥയായിരുന്നു. 60 സെൻറ്റോളം ഭൂമി ഈ സർക്കാർ വന്നതിന് ശേഷം, ഞാൻ MLA ആയതിനു ശേഷമാണ് പ്രത്യേകമായിട്ട് അതിന് ഭൂമി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം വേഗത്തിൽ തന്നെ ആ ഭൂമി ഏറ്റെടുത്തു. ഇപ്പോൾ അവിടെ കോൺട്രാക്ടർ പണി ചെയ്യാതെ ഇട്ടിട്ട് പോയ ഒരാളായിരുന്നു. അവരെ ഒഴിവാക്കിയിട്ട് പുതിയ കോൺട്രാക്ടർ കൊടുത്തു. അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങി. ശാസ്താംകോട്ട, കൊട്ടാരക്കര, നീലേശ്വരം കോർട്ട് കോംപ്ലക്സ് റോഡിന്റെ വികസനം ഈ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ സുപ്രധാനമാണ്. 20.80 കോടി രൂപ കിഫ്ബി വഴി ഇതിനനുവദിച്ചിട്ടുണ്ട്. നെടുമങ്കാവ് 6 കുറുകെയുള്ള അറക്കക്കടവ് പാലത്തിന് 10.28 കോടി രൂപയും കിഫ്ബി ധനസഹായം നൽകി. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ 2 സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബി ഫണ്ട് വഴി പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. ധാരാളം പാലങ്ങൾ കൊല്ലം നഗരത്തിന്റെ മധ്യത്തിലുള്ള നമ്മുടെ അഷ്ടോണിക്കായലിൻ്റെ സൈഡിൽ കൂടിയുള്ള KSRTC അടുത്തുള്ള റോഡ്, ആ റോഡ് വികസിപ്പിച്ചു. അതിൻ്റെ പാലം വഴിയിൽ എത്തി അവിടെ നിന്നുള്ള കണക്ടിവിറ്റി ഒരു പ്രശ്നിക്കുമായിരുന്നു. പണത്തിൻ്റെ അല്ല, കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു, ചില ഡിസൈൻ ഇഷ്യൂ. ആ ഡിസൈൻ ഇഷ്യൂ ഇപ്പോൾ പരിഹരിച്ചു. അത് അവിടുന്ന് വലത്തോട്ട് പോയി നേരെ തേവള്ളി ഭാഗത്ത് വലത്തോട്ട് പോയിട്ട് നേരെ അങ്ങ് NH-ലേക്ക് കയറാവുന്ന, ബൈപ്പാസിലേക്ക് കയറാവുന്ന കണക്ടിവിറ്റി എന്ന നിലയിലേക്ക് ആ പണം അനുവദിച്ചു. അതിൻ്റെ പണി ഉടൻ തന്നെ തുടങ്ങും. എല്ലാ സ്ഥലങ്ങളെടുത്താലും ഞാൻ പറഞ്ഞത് മണ്ഡലങ്ങളെ ഓരോ മണ്ഡലം എടുത്ത് പറയുന്നതിന് ഇത്രയൊരു സമയത്തിന് പരിമിതിയുണ്ട്. വലിയ പാലം NH-ൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നമ്മുടെ നീണ്ടകര പാലം ഉൾപ്പെടെയുള്ള പാലങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അല്ലാതെയുള്ള ധാരാളം പാലങ്ങൾ, ഇപ്പോൾ ചവറ മണ്ഡലം എടുത്താൽ എത്ര പാലങ്ങളാണ്, ചെറിയ ചെറിയ തുരുത്തുകളിലേക്കുള്ള പാലങ്ങൾ. കഴിഞ്ഞ ദിവസം അംഗീകരിച്ച പദ്ധതിയിലും കുന്നത്തൂരിന് ഒരു വലിയ പാലം വന്നിട്ടുണ്ട്. അത് കൊല്ലം ടൗണിലെടുത്താൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ മൺട്രോത്തുരത്തിനെ കണക്ട് ചെയ്യുന്ന പാലങ്ങൾ, പരൂർ മേഖലയിലെ, ചാത്തന്നൂർ മേഖലയിലെ പുനലൂരൊക്കെ മലയോര ഹൈവേയുടെ ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊട്ടാരക്കര എടുത്താൽ, കുണ്ട്ര എല്ലാ മണ്ഡലം ഒന്നും എടുത്ത് വ്യത്യസ്തമായി പറയേണ്ട കാര്യമില്ല. ചടയമംഗലം ഇപ്പോഴേറ്റവും കൂടുതൽ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ തീരദേശ റോഡുകൾക്ക് തുല്യമായി നമ്മുടെ ഏറ്റവും പഴക്കമുള്ള റോഡാണ് MC റോഡ്. തിരുവനന്തപുരത്തുനിന്ന് കിളിമാനൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, കോട്ടയം, മൂവാറ്റുപുഴ വഴി അങ്കമാലിക്ക് പോകുന്ന റോഡാണെന്ന് നമുക്കെല്ലാം അറിയാം. ഏറ്റവും ജനവാസമുള്ള സ്ഥലമാണ്. അവിടെ ഈ റോഡിന് വീതി വർദ്ധിപ്പിക്കുക, 4 വരി പാതയാക്കുക എന്നുള്ള പദ്ധതി ഇപ്പോൾ അംഗീകരിച്ചിട്ട് 7 ബൈപ്പാസുകൾ, ചെങ്ങന്നൂർ വരെയുള്ള ആദ്യഘട്ടമാണ്. 7 ബൈപ്പാസുകൾ, കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, അതുപോലെ ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ, ഈ ബൈപ്പാസുകൾ. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിന് ഇപ്പം തന്നെ പണം നേരത്തെ അനുവദിക്കുകയും പദ്ധതി അനുവദിക്കുകയും സ്ഥലമെടുപ്പിൻ്റെ മിക്കവാറും നടപടിക്രമങ്ങൾ 11-1 നോട്ടിഫിക്കേഷൻ വരെ ആയി കഴിഞ്ഞു. വാല്യുവേഷൻ നടക്കുകയാണ്. അത് ഡിസൈനുമായിട്ടുണ്ട്. ഏകദേശം 250 കോടി രൂപ ബൈപ്പാസിനായിട്ട് ഇന്നലെ കൂടിയ കിഫ്ബി കമ്മിറ്റി തന്നെ അതിൻ്റെ പ്രൊജക്റ്റിനും അനുവദിച്ച് മാറ്റിയിട്ടുണ്ട്. സ്ഥലമെടുപ്പും അതിൻ്റെ പണിയാവും. 5400 കോടിയാണ് ഈ MC റോഡിൻ്റെ 1ാം ഘട്ടത്തിന് വേണ്ടി കിഫ്ബി ബോർഡിൽ അംഗീകരിച്ചത്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ റോഡ് കടന്നു പോകുന്ന ഒരു ജില്ല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 1,10,10,000 കോടിയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ 1,10,000 കോടി പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ 10-30 വർഷം കൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പോലും പൂർത്തീകരിക്കാത്ത പ്രവർത്തനങ്ങൾ വേഗത്തിലെടുക്കുന്നതാണ് കിഫ്ബി. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊക്കെ? നേരിയ നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. US ഇറാൻ തമ്മിലുള്ള അസ്വസ്ഥതകൾ പോകുന്നതിനിടെ ഇന്നലെ വലിയൊരു നഷ്ടത്തിലേക്ക് വിപണി നീങ്ങിയിരുന്നു. ആഗോള വിപണിയിൽ അത്രയൊന്നും മാറ്റമില്ലാഞ്ഞിട്ടുകൂടി നമ്മുടെ വിപണിയിലുണ്ടായ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എണ്ണവിലയിൽ ക്രമാതീതമായ വർധന ഉണ്ടായേക്കുമോ എന്നുള്ള ആശങ്കയാണ്.
അതിൻ്റെ ഒരു ആശങ്കയിലാണ് ഇന്നലെ വിപണിയിൽ ഒരു വീഴ്ചയുണ്ടായത്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. വലിയ തോതിലുള്ള വിൽപ്പന നടന്നില്ലെങ്കിൽ കൂടിയും രണ്ട് കൂട്ടരും വിപണിയിൽ വിൽപ്പന നടത്തിയതും ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകർ വിപണിയുടെ ഉയർന്ന നിലവാരത്തിൽ ലാഭം എടുത്തതും എല്ലാം വിപണിയെ നഷ്ടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. സാങ്കേതികമായി മുൻനിര സൂചിക നിഫ്റ്റിയുടെ 25,400 എന്ന നിലവാരത്തിലേക്ക് വിപണി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന നിലവാരമായിരുന്നു. അത് ഭേദിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു നിലവാരത്തിന് മുകളിൽ മറികടന്ന് വ്യാപാരം തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇനിയൊരു തുടർച്ചയായ ഒരു വിപണിയിലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിനൊപ്പം തന്നെ ആഗോള സാഹചര്യങ്ങളിലെ നിർണായകമായിരിക്കും, ആഗോള വിപണിയിലുള്ള നീക്കങ്ങളും നിർണായകമായിരിക്കും. വരും ദിവസങ്ങളിൽ ആ രീതിയിലൊരു നീക്കമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് വിപണിയിലെ ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ വ്യാപാര ദിനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്നലെ ഏതാണ്ട് 500 പോയിന്റിൻ്റെ ഒരു വ്യത്യാസമാണ്, ഒരു നീക്കമാണ് മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ ഉണ്ടായത്. ഉയർന്ന നിലവാരത്തിൽ നിന്നും അത്രയും വീഴ്ചയാണ് താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കുകയും വേണം. എന്തായാലും ഇന്നലത്തെ ഇതിൽ നിന്ന് മാറ്റമില്ലാതായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിഫ്റ്റിയുടെ 25,400 എന്നുള്ള നിലവാരം വളരെ പ്രധാനമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഐസ് കട്ടയിലും പെയിന്റ് അടിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ്. ലേ ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ കൊടും ശൈത്യത്തിലും ഐസ് കട്ടയായി മാറിയ പ്രതലത്തിലാണ് ഡാവിഞ്ചി സുരേഷിൻ്റെ 98ാമത്തെ പെയിന്റിംഗ് പൂർത്തിയായത്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 70 അടി വലിപ്പത്തിലുള്ള മഹാദേവ ചിത്രമാണ് ഡാവിഞ്ചി സുരേഷ് ഒരുക്കിയത്. ലഡാക്ക് പോലീസിന്റെ പ്രത്യേക അനുമതിയോടെയും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുമാണ് ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ദൗത്യവുമായി ഡാവിഞ്ചി സുരേഷും സംഘവും ലഡാക്കിലെത്തിയത്. കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസം മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റാണ് സുരേഷിന് സഹായമൊരുക്കിയത്. നമുക്ക് ലേ ലഡാക്കിലെ ഡിസ്ട്രിക്ട് പോലീസിന്റെ മജിസ്ട്രേറ്റിന്റെ ഒക്കെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ ഒരു ചിത്രം വരച്ചത്. നമുക്ക് ഈ ലേ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള അനുമതി പത്രം കിട്ടണമല്ലോ. അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ്. അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിത്തത്. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ, ക്യാമറമാൻ സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത്ത്, ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. എമൽഷൻ സ്റ്റെയിനറുകൾ ഉപയോഗിച്ച -12 ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചു കിടക്കുന്ന പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് 70 അടി വലുപ്പത്തിൽ മഹാദേവ ചിത്രം വരച്ചെടുത്തത്. തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസ് കട്ടയിലും ചിത്രമൊരുക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. അതിമനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നു ഡാവിഞ്ചി സുരേഷ് ആ ചിത്രം. ഒരുപക്ഷേ ശിവരാത്രി കാലത്തെ ഏറ്റവും അവിസ്മരണീയമായ ഓർമ്മയായും അത് മാറുക തന്നെ ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ചെങ്കൽപ്പാറയിൽ സൂര്യകാന്തി വിരിഞ്ഞതിൻ്റെ മനോഹര കാഴ്ചയാണ്. കാസർഗോഡ് അങ്കക്കളരിയിലെ പാറപ്പുറത്ത് ജോസ് മാസ് വുഡും മകൻ ആന്റണിയും ചേർന്നാണ് ഈ സൂര്യകാന്തി തോട്ടം ഒരുക്കിയത്. ചെങ്കൽപ്പാറയിൽ തീരെ പ്രതീക്ഷിക്കാത്ത വർണ്ണ കാഴ്ചയാണിത്. സൂര്യകാന്തി വിരിഞ്ഞിട്ട് ആഴ്ചകളായി. അങ്കക്കളരിയിലെ പാറപ്പുറത്ത് മണ്ണും അറക്കാപ്പൊടിയും ഇട്ടാണ് സൂര്യകാന്തി കൃഷിക്കായി നിലമൊരുക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 3 മാസം മുൻപാണ് സൂര്യകാന്തി കൃഷി തുടങ്ങിയത്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് സൂര്യകാന്തി വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ജോസ് മാസ്വുഡും മകൻ ആന്റണിയും തമിഴ്നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് സൂര്യകാന്തി തോട്ടം ഒരുക്കിയത്. പാറപ്പുറത്തും വീട്ടുമുറ്റത്തുമായി 50 സെന്റ് സ്ഥലത്ത് വർണ്ണവസന്തം തീർക്കുകയാണ് പൂക്കൾ. നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് കിട്ടിയ വിത്ത് കുറച്ച് പാകി നോക്കി. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വലുതായിട്ട് വരുന്നുണ്ട്. ഒരു ഒക്ടോബർ മാസം നമ്മൾ നടല്. ആ നടുന്ന സമയത്ത് ചെറിയൊരു തണുപ്പുണ്ട്, നല്ല വെയിലും കിട്ടുന്നുണ്ട്, നല്ല രീതിയിലായി വന്നു. അന്ന് നമുക്ക് ആട്ടാനൊന്നും പറ്റിയില്ല, ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട് ചിന്നമന്നൂരിൽ നിന്ന് വിത്തുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ 2 പ്ലോട്ടിലായിട്ട്
നല്ല രീതിയിൽ പാകി. അപ്പം നമ്മുടെ ആദ്യത്തെ രീതിയിൽ നോക്കുന്നതാണ് എങ്ങനെയുണ്ടെന്ന്. ഇത് ഏകദേശം ഒരു 6 കിലോ നമ്മൾ ആട്ടുമ്പം 1 കിലോയോളം എണ്ണ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ചെങ്കൽപ്പാറയിലെ സൂര്യകാന്തി കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ ഉൽപാദനം ലക്ഷ്യമിടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. അക്ഷരനഗരിയായ കോട്ടയത്ത് വീണ്ടും ഒരു ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല ഉയരുകയാണ്. ഇന്നു മുതൽ 26 വരെ കോട്ടയം അനശ്വര തിയേറ്ററിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കോട്ടയം ഫിലിം സൊസൈറ്റി മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓസ്കാറിൽ മത്സരിക്കുന്ന ചിത്രങ്ങളും IFFKയിൽ പുരസ്കാരം നേടിയ ചിത്രങ്ങളുമടക്കം 42 ചിത്രങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3-ാം പതിപ്പാണ് 7 ദിവസങ്ങളിലായി കോട്ടയം അനശ്വര തിയേറ്ററിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാൻ, വെനീസ് അടക്കം വിവിധ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ ചിത്രങ്ങളോടൊപ്പം ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ചിത്രങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ആകെ 42 ചിത്രങ്ങളാണ് മേളയിലുള്ളത്. ഓസ്കറിൽ മത്സരിക്കുന്ന ചിത്രങ്ങൾ, IFFKയിൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രങ്ങൾ, 2025 ദേശീയ അവാർഡ് നേടിയ ചിത്രങ്ങൾ, ഇന്ത്യൻ പനോരമ ചിത്രങ്ങൾ, പുതിയ മലയാള സിനിമകൾ എന്നിവയടക്കം 7 ദിവസത്തെ മേളയിൽ പ്രദർശനത്തിന് ഉണ്ടാകും. കോട്ടയത്തിൻ്റെ സിനിമാ പൈതൃകം രേഖപ്പെടുത്തുന്ന 7 ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട് എന്നതും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഓസ്കറിന് പങ്കെടുക്കുന്ന 3-4 സിനിമകളുണ്ട്. അതോടൊപ്പം NFDCയുടെ ഒരു പാക്കേജ്, അതായത് ദേശീയ അവാർഡുകൾ കിട്ടിയ സിനിമകളുടെ ഒരു പാക്കേജ് ഉണ്ട്. ഇന്ത്യൻ പനോരമ സിനിമകളുടെ ഒരു കളക്ഷനുണ്ട്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അവാർഡ് കിട്ടിയ സിനിമകളുടെ ഒരു പാക്കേജ് ഉണ്ട്. കോട്ടയം പൈതൃകം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പാക്കേജ് ഈ വർഷം ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട്. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ജൂറി പ്രൈസ് നേടിയ സിറാത്ത് ഉദ്ഘാടന ചിത്രമായും ക്യാനിൽ ഗ്രാൻഡ് പ്രി നേടിയ സെൻറ്റിമെൻ്റൽ വാല്യൂ സമാപന ചിത്രമായും പ്രദർശിപ്പിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ പ്രമുഖ സംവിധായകർ, എഴുത്തുകാർ, തിരക്കഥാകൃത്തുകൾ, നിരൂപകർ അടക്കമുള്ളവർ പങ്കെടുക്കും. കേരളത്തിൽ നടക്കുന്ന ചലച്ചിത്രമേളകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിൽ കോട്ടയം ഫിലിം സൊസൈറ്റിക്കും കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനും വലിയ പ്രത്യേകതയുണ്ട്. ഈ ഫെസ്റ്റിവലും ഈ ഫിലിം സൊസൈറ്റിയും മാത്രമാണ് സിനിമാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കോട്ടയത്തെ സിനിമാ പ്രവർത്തകരാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്, അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനകത്ത് സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, ഛായാഗ്രാഹകരുണ്ട്, അസോസിയേറ്റ് ഡയറക്ടർമാരുണ്ട്, മ്യൂസിക് ഡയറക്ടർമാരുണ്ട്. മന്ത്രി VN വാസവൻ മേളയ്ക്ക് തിരിതെളിക്കും. 21-ന് പ്രശസ്ത സംവിധായകൻ അരവിന്ദൻ്റെ ഓർമ്മകൾക്ക് ആദരം നൽകി ഓപ്പൺ ഫോറം നടക്കും. AI ഓവർ റൂളിംഗ് ഇൻ സിനിമ, AVGC, കോട്ടയത്തിൻ്റെ സിനിമാ പൈതൃകം, ചലച്ചിത്രമേളകൾ, ചലച്ചിത്ര സംസ്കാരം രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും നടക്കും. അമൃത ന്യൂസ്, കോട്ടയം. ഇടുക്കി വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് തുറക്കാൻ നടപടിയാകാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു. 2 മാസം മുൻപാണ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഇതോടെ 100 കണക്കിന് സഞ്ചാരികളാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാനാകാതെ നിരാശരായി മടങ്ങുന്നത്. സമൃദ്ധമായ പുൽമേടുകൾ, മുട്ടക്കുന്നുകൾ, പൈൻ മരങ്ങൾ, മഞ്ഞുമൂടിയ താഴ്വരകൾ, അങ്ങനെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് വാഗമണിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നത്. അഡ്വഞ്ചർ പാർക്ക് തുറന്നതോടെ ദിവസേന ആയിരങ്ങളാണ് വാഗമണിലെത്തുന്നത്. വാഗമണിൽ സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. ഇടുക്കി DTPCയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് വാഗമൺ കോലാഹലമേട്ടിൽ ചില്ലുപാലം ഒരുക്കിയത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് 3 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. ഇവിടെ നിന്നാൽ മുണ്ടക്കയം, കൂട്ടിക്കൽ, കൊക്കയാർ മേഖലകളുടെ വിദൂര ദൃശ്യങ്ങൾ വരെ ആസ്വദിക്കാം. 2 മാസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്കായി പാലമടച്ചു. ഇതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഉള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണ്. ഞങ്ങൾ അവിടുന്ന് ഒരു 10-35ഓളം ആളുകൾ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്കിതിൽ കയറണമെന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കതിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിഷേധം തന്നെയാണ്. അത് ഞങ്ങൾ ആദ്യമായിട്ട് കയറാൻ ഉപയോഗിക്കാൻ വന്നതാണ്, അതിൻ്റെ എൻജോയ്മെൻറ്റിന് വന്നതാണ്. പക്ഷേ വന്നപ്പോഴാണ് പറയുന്നത് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പണികൾ നീണ്ടുപോയി. മധ്യവേനൽ അവധിക്ക് മുമ്പായി ചില്ലുപാലം തുറന്നില്ലെങ്കിൽ വാഗമണ്ണിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.
T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാകും. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ അപ്രതീക്ഷിത പുറത്താകൽ ഒഴിച്ചാൽ മുൻനിര ടീമുകളൊക്കെയും രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും, ബി ഗ്രൂപ്പിൽ നിന്ന് ശ്രീലങ്കയും സിംബാബ്വേയും, സി ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും, ഡി ഗ്രൂപ്പിൽ നിന്ന് ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമാണ് സൂപ്പർ 8 എത്തിയിരിക്കുന്നത്. സൂപ്പർ 8 റൗണ്ടിൽ 4 ടീമുകൾ വീതമടങ്ങുന്ന 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് എതിർ ഗ്രൂപ്പിലെ 3 ടീമുകളെയാണ് നേരിടേണ്ടത്. ഓരോ ഗ്രൂപ്പിലും ആദ്യ 2 സ്ഥാനത്തെത്തുന്ന 2 ടീമുകൾ സെമിയിലേക്ക് കടക്കും. സെമി ഫൈനൽ മാർച്ച് 4, 5 തീയതികളിലും ഫൈനൽ 8 നടക്കും. ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയാണ് സൂപ്പർ 8 ഇന്ത്യയുടെ എതിരാളി. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.